പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിനടുത്തുള്ള കവളപ്പാറയിലാണ് ആര്യങ്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രാവലിംഗ് വ്ലോഗാണ്. നമ്മൾ ഇന്ന് പോകുന്നത് ആര്യങ്കാവ് ക്ഷേത്രത്തിലേക്കാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് ചുരവുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം. ഭക്തന്റെ പ്രാർത്ഥനയ്ക്കൊപ്പം കൂടെ വന്ന ദേവിയാണ് കവളപ്പാറയിലെ ആര്യങ്കാവിലമ്മ എന്നാണ് ആ ഐതിഹ്യം. വേണാട് വാണ പെരുമാൾമാരിൽ അവസാനത്തെയാളാണ് രാമവർമ്മ കുലശേഖര പെരുമാൾ. ഒരിക്കൽ ഇദ്ദേഹം തന്റെ വിശ്വസ്തനായ ഒരു അംഗരക്ഷകനെ രഹസ്യമായി ഒരു അടിയന്തര സന്ദേശം നൽകി പാണ്ഡ്യരാജാവിന്റെ അടുത്തേക്ക് അയച്ചു. കൊല്ലം ചെങ്കോട്ട വഴി ആര്യങ്കാവ് ചുരത്തിലൂടെ വളരെ രഹസ്യമായി മധുരയിൽ എത്തിച്ചേരണം. ഏകനായി കുതിരപ്പുറത്ത് യാത്ര ചെയ്യാൻ നിർബന്ധിതനായ അംഗരക്ഷകൻ പകൽ പോലും ഇരുട്ട് നിറഞ്ഞ കാട്ടിലൂടെ ബഹുദൂരം പിന്നിട്ടു. കുളമ്പടി ശബ്ദം കേട്ട് ആ കൊടുങ്കാട്ടിൽ തമ്പടിച്ചിരുന്ന 15ഓളം കൊള്ളക്കാർ കുതിരയെ വളഞ്ഞു. കൊള്ളക്കാരുടെ കയ്യിൽ നിറയെ മാരകായുധങ്ങളാണ്. തന്റെ കയ്യിലുള്ള രഹസ്യ സന്ദേശം നശിപ്പിക്കപ്പെട്ടാൽ അതുണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകൾ ഓർത്തപ്പോൾ അയാൾ വിറച്ചുപോയി. ഏതായാലും മരണം തീർച്ചപ്പെടുത്തി. കാട്ടിലെ കാവൽ ദേവതയായ ആര്യങ്കാവിലമ്മയെ ഉറക്കെ വിളിച്ചു. അമ്മേ, രക്ഷിക്കണേ! കുതിരപ്പുറത്തു നിന്ന് ഇറങ്ങിയില്ല. കൊള്ളക്കാർ അടുത്തെത്തി. അമ്മേ, ഉറക്കെ നിലവിളിച്ചു. കാട്ടിൽ ആ ശബ്ദം മാറ്റൊലി കൊണ്ടു. അല്പസമയത്തിനകം ദൂരെ നിന്നും കുതിരക്കുളമ്പടിനാദം അടുത്തു വരുന്നു. അശ്വാരൂഢരായ കുറെ ഭടന്മാർ കയ്യിൽ വാളുകളുമായി എത്തി. കൊള്ളക്കാരുമായി ഏറ്റുമുട്ടി. ഈ തക്കം നോക്കി യുവാവ് തന്റെ കുതിരയെ അതിവേഗത്തിൽ ഓടിച്ച് മധുരയിലെത്തി. സന്ദേശം നൽകി മറുപടിയും വാങ്ങി മറ്റൊരു വഴിയിലൂടെ തിരിച്ചെത്തി വിവരങ്ങൾ പെരുമാളിനെ അറിയിച്ചു. മധുരയിലെ മറുപടി നമുക്ക് അനുകൂലമാണ്, സാരമില്ല, അദ്ദേഹം പറഞ്ഞു സമാധാനപ്പെടുത്തി. പെരുമാൾ പാരിതോഷികമായി രത്നം പതിച്ച ഒരു വാളാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ആ വാളിന് കുറെ സവിശേഷ ഗുണങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഭാരതപ്പുഴയ്ക്കക്കരെ നിന്നും എന്ത് ത്യാഗം സഹിച്ചും ആവശ്യമുള്ള സ്ഥലം വെട്ടിപ്പിടിച്ച് അവിടെ നാടുവാഴിയായി വാഴുക. അമ്മ കൂടെ ഉണ്ടാവും. അങ്ങനെ നിളാനദിയുടെ വടക്കേ കരയിൽ കൊച്ചിയുടെ അതിർത്തിയിൽ സാമൂതിരിയുടെ കുറെ സ്ഥലം വെട്ടിപ്പിടിച്ച് നാടുവാഴിയായി വാണു തുടങ്ങി. വലിയൊരു കൊട്ടാരവും പണി കഴിപ്പിച്ചു. ഇതിനാവശ്യമായ എല്ലാ സഹായവും പെരുമാൾ ചെയ്തു കൊടുത്തു. തന്റെ ഇന്നത്തെ ഉന്നതിക്ക് കാരണക്കാരിയായ ആര്യങ്കാവ് ചുരത്തിലെ ദേവിയെ അദ്ദേഹം മനസ്സ ആരാധിച്ചു തുടങ്ങി. അവിടെ നിന്ന് ദേവിയെ തന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം ആര്യങ്കാവ് ചുരത്തിലെത്തി വ്രതം ആരംഭിച്ചു. തപസ് ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി. തന്നെ സഹായിച്ച ദേവി തന്റെ നാട്ടിൽ എഴുന്നള്ളണമെന്നും തന്റെ പരദേവതയായി വാഴണമെന്നും അപേക്ഷിച്ചു. ദേവി സമ്മതിച്ചു. നടന്നോളൂ, ഞാൻ പിറകെയുണ്ട്. ഭാരതപ്പുഴ വരെ ദേവി എത്തി. ഭാരതപ്പുഴയിൽ നീരാട്ട് നടത്തുകയായിരുന്ന ഏതോ മനക്കിലെ 3 കൊമ്പനാനകൾ ദേവിയുടെ രൂപം കണ്ട് പരിഭ്രാന്തരായി ദേവിയെ ആക്രമിക്കാൻ ഒരുങ്ങി. ദേവിയുടെ കണ്ണിൽ നിന്നും ഉയർന്ന തീപ്പൊരി 3 ആനകളെയും നിർവീര്യമാക്കി. ഇവ പാറക്കൂട്ടമായി മാറിയത്രേ. ഇതോടെ ദേവി ആനവിരോധിയായി എന്ന് പറയപ്പെടുന്നു. താന്ത്രികനായ കല്ലൂർ നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശമനുസരിച്ച് തന്റെ കൊട്ടാരത്തിൽ ദേവിയെ ക്ഷേത്രം പണിത് കുടിവെച്ചു. അതാണ് പ്രസിദ്ധമായ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രം. ആര്യങ്കാവ് ദേവി പറയിപെറ്റ പന്തീരുകുലത്തിലെ കരയ്ക്കലമ്മയാണെന്നും ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. 96 ദേശങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന ആര്യങ്കാവ് പൂരം എല്ലാ വർഷവും മീനമാസം 21-ാം തീയതി പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിൽ ഷൊർണൂരിനടുത്ത് കവളപ്പാറ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വരുന്നു. കവളപ്പാറ, ചെറുകാട്ടുപാലം, കൂനത്ര വടക്കുമുറി, കൂനത്ര തെക്കുമുറി, ത്രാങ്ങാലി, മാന്നന്നൂർ, ചുടുവാലത്തൂർ, ഷൊർണൂർ, നെടുങ്ങോട്ടൂർ, പനയൂർ, കള്ളേക്കാട് എന്നീ തട്ടകങ്ങളിൽ നിന്ന് ആർപ്പുവിളികളുമായി പൊയ്ക്കുതിരകളെയും കൊണ്ട് തട്ടകദേശക്കാർ പൂരത്തിൽ പങ്കാളികളാവുന്നു. ഇവരുടെ കുതിരക്കളി കഴിഞ്ഞതിനു ശേഷം താലപ്പൊലി, മേളം, കോമരങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ മുണ്ടായ ദേശത്തിന്റെ മുണ്ടായക്കൊടിച്ചി എന്ന പെൺകുതിരയെ ക്ഷേത്രാങ്കണത്തിലേക്ക് ആനയിക്കുന്നു. മുണ്ടായക്കൊടിച്ചി ക്ഷേത്രമുറ്റത്തെത്തി കളിച്ചിറങ്ങിയതിനു ശേഷം തട്ടകദേശത്തിലെ പൂതൻ, തറ, വെള്ളാട്ട്, ഇണക്കാളകൾ ഇവ ഭഗവതിയെ തൊഴുതിറങ്ങുന്നു. തുടർന്ന് ചെറിയ വെടിക്കെട്ടോടെ പകൽപൂരം സമാപിക്കുന്നു. സാധാരണ വേലപ്പൂരങ്ങളിലേതുപോലെ ആനയെഴുന്നള്ളിപ്പ് ഇവിടെയില്ല എന്നത് ശ്രദ്ധേയമാണ്. രാത്രിയിൽ ക്ഷേത്രമുറ്റത്ത് വിവിധ സാംസ്കാരിക പരിപാടികൾ, കൂത്തുമാടത്തിൽ ശ്രീരാമ പട്ടാഭിഷേകം, തോൽപ്പാവക്കൂത്ത് എന്നിവ അരങ്ങേറുന്നു. കവളപ്പാറ സ്വരൂപത്തിന് കീഴിലായിരുന്നു ഈ ക്ഷേത്രം.
ഇവിടെ ഉണ്ടായിരുന്ന ദാരുശില്പം അഗ്നിബാധയിൽ നശിച്ചതായും പിന്നീട് ദേവീ ചൈതന്യം ഊട്ടിയുറപ്പിക്കുന്നതിന് പുതിയ വിഗ്രഹം ഉണ്ടാക്കിയതായും ഭക്തർ പറയപ്പെടുന്നു. അപ്പൊ ഞങ്ങൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി. വലിയ തിരക്കൊന്നും ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. ഇതൊരു വലിയൊരു ആൽമരം. ഡെക്കറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കണുള്ളൂ. കാരണം മീനമാസം 12-നൊക്കെ ആയിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ പോയത്. അപ്പൊ അത് കാരണം കൊണ്ട് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. പിന്നെ ഇതാണ് ശരിക്കും മുൻവശം, അമ്പലത്തിലേക്ക് കടക്കുന്ന മുൻവശം. ഞങ്ങൾ പിന്നെ കൂടെയാണ് കയറിയത്. വേറെ ഒന്നുമല്ല, ഞങ്ങൾ വണ്ടി നിർത്തിയത് അവിടെ ആയതുകൊണ്ട് അങ്ങനെ കയറിയെന്ന് മാത്രം. പിന്നെ ഇത് സ്റ്റേജാണ്, വൈകുന്നേരങ്ങളിൽ പരിപാടി ഉണ്ടാവും. ഇത് കൂത്തമ്പലമാണ് കേട്ടോ. കൂത്തമ്പലം എന്ന് പറഞ്ഞാൽ തോൽപ്പാവക്കൂത്ത് നടത്തുന്ന സ്ഥലമാണ്. അത് മീനം 1 മുതൽ 21 വരെ ഉണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ കണ്ടോ, ചുറ്റോറും ധാരാളം ആലുണ്ട്. ഒരു വലിയ ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് പണ്ടാരക്കുടിൽ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൽ പാദരക്ഷകൾ വെക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പനയുടെ പട്ട കൊണ്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.